അസാധ്യതകളുടെ ഒത്തിരി പടവുകൾ നമ്മുടെ മുൻപിൽ വരാം. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒത്തിരി സാഹചര്യങ്ങളും വന്നേക്കാം. പക്ഷെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ധന്യനായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു, പഴയ നിയമം, പുതിയ നിയമം. പഴയ നിയമത്തെ പറ്റിയുള്ള ഗഹനമായ പഠനം നമുക്ക് ഓരോ ദിവസവും ഓരോ അധ്യായമായി നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. വളരെ വിശാലമായ, വളരെ പ്രധാനപ്പെട്ട പുതിയ പുതിയ ചിന്തകൾ, പുതിയ പുതിയ ആശയങ്ങൾ, ബൈബിളിൽ മറഞ്ഞു കിടന്ന ഒത്തിരി കാര്യങ്ങളെ ഈ പഠനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട വസ്തുതയാണ്. രണ്ടാം ഭാഗം ആരംഭിക്കുന്നു പുതിയ നിയമം. പുതിയ നിയമത്തിലെ പ്രഥമ പുസ്തകം, വിശുദ്ധ ബൈബിളിലെ 40-ാമത്തെ പുസ്തകവും പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകവുമായ മത്തായിയുടെ സുവിശേഷം. രാജാവാകുന്ന മശിയെ പറ്റി യഹൂദന്മാർക്ക് കൃത്യമായ വിവരണം നൽകാൻ വളരെ കൃത്യതയോടെ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. ആശയങ്ങൾ ഏറെയാണ്. പക്ഷേ യേശുവിൻ്റെ തിരുപ്പിറവി അത് നിസ്സാരമായ ഒരു വസ്തുതയല്ല. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി ദൈവം ഭൂമിയിലെല്ലാം നന്നായി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു സാധു സ്ത്രീ, ഒരു സാധാരണ സ്ത്രീ, അവളിലേക്ക് ദൈവത്തിന്റെ വലിയ നിയോഗമുണ്ടാകുകയാണ്. യേശു എന്ന ലോകരക്ഷകൻ, ആ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കാനുള്ള ഭാഗ്യകരമായ ഒരു പദവി അവൾക്ക് ലഭ്യമാകുകയാണ്. അവളെ വിവാഹ നിശ്ചയം കഴിഞ്ഞ യോസഫ് ഗൂഢമായി ഉപേക്ഷിക്കാൻ പദ്ധതി ഇടുമ്പോൾ ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്, നീ അത് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ അവൻ യേശു എന്ന് പേരിടുന്നു. യേശു ലോകത്തിന്റെ രക്ഷകനാണ്. യേശു പാപത്തിൽ നിന്ന് മനുഷ്യരെ വിമോചനത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവിക പദ്ധതിയാൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ്. അതുകൊണ്ട് തന്നെ ആ ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന 1-2 കാര്യങ്ങൾ. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. 2, പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത ദൈവിക വാഗ്ദത്തങ്ങളെ ദൈവം ഉറപ്പിക്കുന്നു. 23-ാം വാക്യം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞ ദൈവിക വാഗ്ദത്തത്തെ ദൈവം ഉറപ്പിക്കുന്നു. അതിനുവേണ്ടി ദൈവം എല്ലാം നന്നായി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഭാഗങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിന്റെ ജനനം എന്നുള്ളത് നിസ്സാരമായ വസ്തുതയല്ല. ഒരു വംശാവലി തന്നെ എടുത്തു കാട്ടിയിട്ട് പറയുകയാണ്, യേശു ജനിച്ചത് ഊഹാഭോഗത്തിലോ ഒരു സാധ്യതാപരമായ ചിന്തകളെക്കാൾ അപ്പുറമായിട്ട് വളരെ കൃത്യമായി കൃത്യകാലഘട്ടത്തിൽ ദൈവിക വാഗ്ദത്ത നിവൃത്തിയുടെ സമയത്തിൽ തന്നെയാണ്. ചരിത്രം പഠിക്കുന്ന വ്യക്തികൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഈ ദൂതിനെ എല്ലാം ചേർത്ത് വെച്ച് പറയാം. പ്രവാചകന്മാർ മുഖാന്തരമോ ദൈവിക വചനത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചോ എന്തെങ്കിലും ഒരു വാഗ്ദത്തം നാം കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യസമയത്ത് നമ്മുടെ കരത്തിലെത്തിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഇതുവരെ വന്നുള്ള വഴികളെ അവിടുന്ന് ഓർമ്മിപ്പിച്ചു തരും. എങ്ങനെയാണ് നാം ഇവിടെ വരെ വന്നത്? ഈ പ്രധാനപ്പെട്ട ഭാഗത്ത് ഒരിക്കൽ പോലും സാധ്യതയില്ലാത്ത ഒത്തിരി പേര് ഈ വംശാവലിയിൽ ഉൾപ്പെടുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അസാധ്യതകളുടെ ഒത്തിരി പടവുകൾ നമ്മുടെ മുൻപിൽ വരാം. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒത്തിരി സാഹചര്യങ്ങളും വന്നേക്കാം. പക്ഷെ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അസാധ്യതകളെ സാധ്യമാക്കി എല്ലാ പ്രതീക്ഷകളെക്കാൾ അപ്പുറമായിട്ട് ദൈവം തന്റെ വാഗ്ദത്തം നമുക്ക് വേണ്ടി നിറവേറ്റും. ഈ 1-ാം അധ്യായത്തിലൂടെ യേശുവിന്റെ ജനനത്തെ മുൻനിർത്തി പറയാം. പ്രവാചകന്മാർ പറഞ്ഞ വാഗ്ദത്തം ദൈവം നിറവേറ്റിയെങ്കിൽ
ദൈവത്താൽ നിയോഗിതരായ അഭിഷിക്തന്മാരുടെ വാഗ്ദത്തത്തെ ദൈവം നിറവേറ്റിയെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവിക വാഗ്ദത്തങ്ങളെ നമുക്ക് വേണ്ടി ഉറപ്പിക്കും. മറക്കരുത്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. വരും നിശ്ചയം, താമസിക്കുകയുമില്ല. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തരാണ്. ഉറപ്പോടെ മുന്നേറ ഒരു ശക്തമായ ദൈവിക പ്രവർത്തികൾക്ക് വേണ്ടി നമ്മളെ സജ്ജമാക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.